ലഭിച്ചിരിക്കുന്നത്. ഈ എഫ്ഐആർ അനുസരിച്ച് പരാതി എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള ഒരു യുവതി നൽകിയ പരാതി. അതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ 2024 ഡിസംബർ 23 ഈ യുവതിക്കെതിരെ ഒരു വീഡിയോ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് തനിക്ക് വലിയ രീതിയിൽ അപകീർത്തിപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ തന്നെ വിഷമിച്ചു, വ്യക്തിപരമായിട്ട് വിദ്വേഷം ഉണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പരാതി നൽകിയത്. ആദ്യം മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകുന്നത്. ശേഷം പോലീസ് മേധാവിക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പരാതി കൈമാറുന്നു. അതിനുശേഷമാണ് സൈബർ പോലീസ് ഇത്തരത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് ഈ ഷാജിദ് സ്കറിയെ പിന്തുടർന്ന് വന്ന ശേഷം തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴുള്ള വസ്ത്രമിടാതെ ഇപ്പോഴും വസ്ത്രമിടാതെ ആണ് ഷാജിദ് സ്കറിയെ തുടരുന്നത്. അതിൽ വലിയ പ്രതിഷേധം, വലിയ ഒരു പ്രതിഷേധം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കുമെതിരെയും ഇടയ്ക്ക് ഷാജിദ് സ്കറിയെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ള പരാതി. അതിൽ ഈ BNS 79 IT ആക്ട്, കേരള പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് ചുമർത്തിയിരിക്കുന്നത്. ഈ ജാമ്യം ലഭിച്ചേക്കുമോ എന്നുള്ളത്, അതായത് ഈ BNS 79 എന്ന് പറയുന്നത് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അതിലേതെങ്കിലും തരത്തിൽ, അതായത് പലതരത്തിലുള്ള കേസുകൾ, അത് നേരത്തെ ശ്രീനിജൻ MLA നടത്തിയിട്ടുള്ള MLA കൊടുത്തിട്ടുള്ള ഒരു പരാതി, ജാതി അധിക്ഷേപ പരാതി, കൂടാതെ പലതരത്തിലുള്ള കേസുകൾ ഈ യൂട്യൂബ് ചാനൽ വഴി തന്നെ അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്ന രീതിയിൽ പലതരത്തിലും പല വ്യക്തികളും ഈ ഷാജിദ് സ്കറിയക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായാണ് ഇത്തരത്തിൽ ഈ മാഹി സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് വൈദ്യപരിശോധന, ഷാജിദ് സ്കറിയയുടെ വൈദ്യപരിശോധന തുടരുകയാണ്. അതിനുശേഷം എന്തായിരിക്കും നടപടി? അത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണോ, അല്ലെങ്കിൽ ഓപ്പൺ കോർട്ടിലേക്ക് നാളെ മാത്രമാകുമോ ഹാജരാക്കുക? ഇന്ന് രാത്രി ഷാജിദ് സ്കറിയ അറസ്റ്റിൽ തുടരേണ്ടി വരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ പ്രധാനമായും ഈ കേസ്, അതായത് ജാമ്യമില്ലാ വകുപ്പാണ്, ജാമ്യമില്ലാ കുറ്റമാണ്. അത് BNS 79, കേരള പോലീസ് ആക്ട് 120, IT ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഷാജിദ് സ്കറിയക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. മാഹി സ്വദേശിയുടെ പരാതിയാണ്. ഈ പരാതിയിലും പറയുന്നത് തനിക്ക് ഈ പരാതി എന്താണ് എന്ന് പോലും വ്യക്തമാക്കാൻ വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല. തനിക്ക് ഇത് മാധ്യമങ്ങളടക്കം ചോദിക്കുന്നു, അതായത് ഈ പരാതിക്ക് അടിസ്ഥാനം ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിന് പരാതി എന്താണെന്ന് തനിക്കറിയില്ല, ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുക മാത്രമാണ് ചെയ്തത്, ജനാധിപത്യ വിരുദ്ധമാണ്, സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഷാജിദ് സ്കറിയ മുതിരുന്നത്. എന്തായാലും നമുക്കിനി അറിയാനുള്ളത് ഏത് തരത്തിലായിരിക്കും പോലീസിനെ നീക്കും. അത് ഏതെങ്കിലും തരത്തിൽ കോർട്ടിലേക്ക് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമോ, അല്ല നാളെ ആയിരിക്കുമോ കോർട്ടിൽ ഹാജരാക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാനുണ്ട്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഷാജിദ് സ്കറിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പോകുമെന്നുള്ള പുതിയ വിവരം കൂടി നമുക്ക് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഷാജിദ് സ്കറിയെ അറസ്റ്റിൽ തുടരേണ്ടി വരുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് വ്യക്തമാകാനുണ്ട്. എന്തായാലും ഇപ്പോൾ പലതരത്തിലുള്ള പരാതികൾ, പലതരത്തിലും പല വ്യക്തികളും ഈ ഷാജിദ് സ്കറിയക്കെതിരെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് പലതരത്തിലും ലക്ഷങ്ങൾ പിന്തുടരുന്ന പലരും ശ്രോതാക്കളായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ആ യൂട്യൂബ് ചാനലിലാണ് യൂട്യൂബ് ചാനലിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു പരാതി വന്നിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതും ഈ സ്ത്രീയുടെ, അതായത് ഇപ്പോൾ സ്ത്രീ വിദേശത്താണ് താമസിക്കുന്നത്. ആ വിദേശത്ത് താമസിക്കുന്നു. അവിടെ നിന്ന് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴിയാണ് ഈ യുവതി പരാതി കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഷാജിദ് സ്കറിയെ കോടതിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് ആ ദൃശ്യങ്ങളാണ് ഈ മജിസ്ട്രേറ്റിന് ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഷാജിദ് സ്കറിയ പോലീസ് വാഹനത്തിലേക്ക് എത്തുന്നു. പോലീസ് വാഹനത്തിൽ നിന്ന് ഇനി മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അപകീർത്തികരമായ പരാമർശങ്ങൾ ഉൾപ്പെട്ട വാർത്ത നൽകി എന്നാണ് ഷാജിദ് സ്കറിയയുടെ യൂട്യൂബ് ചാനലിനെതിരെ യുവതിയുടെ പരാതി. മാഹി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തതും. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നതിന് മജിസ്ട്രേറ്റ് മുന്നിലേക്കാണോ കൊണ്ടുപോകുക, അതല്ല ഇന്ന് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെക്കുകയാണോ ചെയ്യുക എന്ന് അറിയില്ല. ഈ വാർത്തയിലേക്ക് തന്നെ വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. യൂട്യൂബ് ചാനൽ ഉടമ ഷാജിദ് സ്കറിയെ
പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി എന്ന യൂട്യൂബ് ചാനലിലൂടെ അത്തരത്തിൽ വാർത്ത നൽകി എന്ന പരാതിയിൽ മാഹി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഷാജൻ സ്കറിയക്കെതിരായ നടപടി. മുഖ്യമന്ത്രിയുടെ മകൾക്കുമൊക്കെ എതിരെ വാർത്ത നൽകുന്നതിൻ്റെ വൈരാഗ്യമാണ് പോലീസ് നടപടിക്ക് പിന്നിലെന്നാണ് ഷാജൻ സ്കറിയ ആരോപിക്കുന്നത്. ഏതായാലും സമാനമായ നിരവധി പരാതികൾ ഷാജൻ സ്കറിയക്കെതിരെ പല സ്ഥാപനങ്ങൾ, വ്യക്തികളൊക്കെ മുമ്പ് നൽകിയിട്ടുണ്ട്. ആ കേസുകളിലൊക്കെയും ജാമ്യത്തിലാണ് ഷാജൻ സ്കറിയ. തന്നെ ജയിലിലടയ്ക്കാൻ കഴിയില്ല, ജാമ്യം നൽകും കോടതി എന്നാണ് ഷാജൻ സ്കറിയ ആവർത്തിക്കുന്നത്. പക്ഷേ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് നടപടിയും ഷാജൻ സ്കറിയ ചോദ്യം ചെയ്യുന്നു. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചുകൊണ്ടുപോരുകയായിരുന്നു. നോട്ടീസ് നൽകിയില്ല, നടപടിക്രമങ്ങൾ പാലിച്ചില്ല അറസ്റ്റിൽ എന്നതാണ് ഷാജൻ സ്കറിയയുടെ ആരോപണം. ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഷാജൻ സ്കറിയയുടെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട് പോലീസ്. ഇനി മജിസ്ട്രേറ്റിന് മുന്നിലേക്കാണോ, അതല്ല ഇന്ന് കസ്റ്റഡിയിൽ വെക്കുകയും നാളെ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കുകയും ആണോ ചെയ്യുക? ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും സമാനമായ പരാതി, ഈ അപകീർത്തികരമായ പരാമർശങ്ങൾ, അപകീർത്തികരമായ വാർത്തകൾ നൽകൽ, ഇങ്ങനെയുള്ള ആരോപണം, കേസ്, അത് ഷാജൻ സ്കറിയയ്ക്ക് പുത്തരിയല്ല. നേരത്തെയും നിരവധി ആളുകളുടെ പരാതി, അത് സംസ്ഥാനത്തിനകത്തും പുറത്തും പല കോടതികളിലായി ജാമ്യമെടുത്ത് നിൽക്കുന്ന ആളാണ് ഷാജൻ സ്കറിയ. ആ സാഹചര്യത്തിൽ വീണ്ടും സമാനമായൊരു പരാതി വരുമ്പോൾ എങ്ങനെയാവും കോടതി? മുൻപുള്ള ജാമ്യം റദ്ദാക്കപ്പെടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അത് വക്കീലിന് മാത്രമേ അറിയൂ എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. ഏതായാലും അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതേ നിലയിൽ തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഷർട്ടിടാൻ അനുവദിച്ചില്ല എന്നതൊക്കെയാണ് ഷാജൻ സ്കറിയയുടെ ഏറ്റവും വലിയ ആരോപണങ്ങൾ. ഏതായാലും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പോലീസ് ഇങ്ങനെ തന്നെ രാത്രിയിൽ പിടിച്ചുകൊണ്ടുപോയതെന്ന് പറയുന്നു. അറസ്റ്റിന് ശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയും പൂർത്തിയാക്കി ഷാജൻ സ്കറിയയുമായി പോലീസ് സംഘം മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണോ, അതല്ല ഇന്നൊരു രാത്രി ലോക്കപ്പിൽ പോലീസ് സ്റ്റേഷനിൽ കഴിച്ചു കൂട്ടേണ്ടി വരുമോ, നാളെയാണോ കോടതിയുടെ മുന്നിലേക്ക് ഹാജരാക്കുക എന്നത് അറിയേണ്ടതുണ്ട്.